ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അനുശ്രീ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജിയോഗ്രഫിയിലെ ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പാഠമേഖലയിലേക്കാണ് ഭൂമിയുടെ ഉള്ളറ. ഈ ഒരു മേഖലയിൽ നിന്ന് PSC റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെ നിന്നൊരു 1 മാർക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് ഷോർട്ടായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. നമ്മൾ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഭൂമിയുടെ 2 രീതിയിലുള്ള ചലനങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് അല്ലേ? ഭൂമിക്ക് 2 രീതിയിലാണ് ചലനങ്ങൾ ഉള്ളത്. ഏതൊക്കെയാണ്? ഭ്രമണവും പരിക്രമണവും. എന്താണ് ഭ്രമണം, എന്താണ് പരിക്രമണം എന്നൊക്കെ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭ്രമണം എന്താണെന്നാണ്. എന്തായിരുന്നു ഭ്രമണം? ഭ്രമണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമി അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ സ്വയം റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഭ്രമണം എന്ന് വിളിക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയുടെ ഒരു സാങ്കല്പിക അച്ചുതണ്ടുണ്ട്. ആ അച്ചുതണ്ടിൽ എന്ത് ചെയ്യാണ്? സ്വയം കറങ്ങുകയാണ് അല്ലേ? അപ്പം ആ ഒരു പ്രോസസ്സിനെ, ആ ഒരു ചലനത്തിനെയാണ് ഭ്രമണം എന്ന് വിളിക്കുന്നത്. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമി എത്ര ടൈം എടുക്കുന്നുണ്ടെന്ന് അറിയോ? ഒരു തവണ ഭൂമിക്ക് സ്വന്തം അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങി എത്തണമെങ്കിൽ ഭൂമി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡുമാണ്. അങ്ങനെയാണെങ്കിൽ ഭൂമി ഏത് ദിശയിൽ നിന്നും ഏത് ദിശയിലേക്കായിരിക്കും ഈ റൊട്ടേറ്റ് ചെയ്യുന്നത്? അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. PSC ചോദിക്കാറുണ്ട്. പടിഞ്ഞാറ് ദിശയിൽ നിന്നും കിഴക്കോട്ടേക്കാണ് ഭൂമിയുടെ ഭ്രമണ ദിശ, അല്ലെങ്കിൽ ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ടാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. PSC ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിന്റാണ്, ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ഭ്രമണ വേഗതയുള്ളത് എവിടെയാണ്, അതുപോലെ തന്നെ ഏറ്റവും കുറവ് ഭ്രമണ വേഗതയുള്ളത് എവിടെയാണ്? ഏറ്റവും കൂടുതലുള്ളത് ഭൂമധ്യരേഖയിലും ഏറ്റവും കുറവുള്ളത് എവിടെയാ? ധ്രുവങ്ങളിലുമാണ് അല്ലേ? ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഈ ഇക്വേറ്ററിന്റെ ഭാഗത്തും ഏറ്റവും കുറവുള്ളത് പോൾസിന്റെ ഭാഗത്തുമാണ്. അപ്പം ഇതും കൂടി നിങ്ങൾ ഈ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഭ്രമണം എന്ന പ്രോസസ്സ് എന്തിനെയാണ് ഹെൽപ്ഫുൾ ആക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പകലും രാത്രിയും ഉണ്ട് അല്ലേ? ഡേയും നൈറ്റും ഉണ്ട്. ഈ ഡേയും നൈറ്റും ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഈ ഭൂമിയുടെ ഈ റൊട്ടേഷൻ എന്നുള്ള ഈ ഒരു മൂവ്മെന്റ് ആണ്. അപ്പം ഇതാണ് റൊട്ടേഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അറിഞ്ഞിരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത മൂവ്മെന്റ് പഠിക്കാനുള്ളത് ഏതാണ്? പരിക്രമണം അല്ലെങ്കിൽ റെവല്യൂഷൻ. റെവല്യൂഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്തായിരിക്കും അപ്പൊ റെവല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭൂമി ദീർഘവൃത്താകൃതിയിലുള്ള ഒരു പാതയിലൂടെ സൂര്യനെ വലം വെക്കുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പരിക്രമണം അല്ലെങ്കിൽ റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ദാ ഈ ഒരു ഇമേജ് കാണുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവുന്നുണ്ടാവും അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഭൂമിക്ക് ഒരു തവണ ആ ഒരു സഞ്ചാരപാതയിൽ ഒരു തവണ സൂര്യനെ വലം വെക്കണമെങ്കിൽ എത്ര ടൈം ആവശ്യമായിട്ടുണ്ടെന്ന് അറിയോ? 365 ദിവസമാണ്. അതായത് നമ്മൾ ഒരു വർഷമായിട്ട് കണക്കാക്കുന്ന 365 ദിവസമാണ് ഒരു തവണ റെവല്യൂഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഭൂമിക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ അതിന് നമുക്ക് 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റ് 45 സെക്കൻഡ് എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ റൊട്ടേഷൻ പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഡേയും നൈറ്റും ഉണ്ടാകാൻ വേണ്ടിയിട്ട് റൊട്ടേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ റെവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം എന്തിനെയായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്? അത് ഋതുക്കൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നമ്മുടെ സീസൺസ് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്ന മൂവ്മെന്റ് ഏതാ? ഭൂമിയുടെ മൂവ്മെന്റ് ഏതാ? അത് പരിക്രമണമാണ്. അപ്പൊ നിങ്ങൾക്ക് റെവല്യൂഷൻ എന്താ, റൊട്ടേഷൻ എന്താന്ന് ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഭൂമിയുടെ ഇന്റീരിയർ അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളറയെ പറ്റിയിട്ടാണ്. ഭൂമിക്ക് ഉള്ളിലേക്ക് പോകുമ്പം അതിൽ എത്ര ലെയേഴ്സ് ഉണ്ട്, ആ ഓരോ ലെയേഴ്സിന്റെയും പ്രത്യേകതകൾ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഭൂമിയുടെ ഉള്ളറയിലേക്ക് പോകുമ്പോൾ ഭൂമിയുടെ ഉള്ളറയെ 3 ആയിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഭൂവൽക്കം അഥവാ ക്രസ്റ്റ്, രണ്ടാമത്തത് മാന്റിൽ, മൂന്നാമത്തത് കാമ്പ് അല്ലെങ്കിൽ കോർ. അതിൻ്റെ ഒരു പിക്ചറൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഭൂവൽക്കത്തിന്റെ സവിശേഷതകൾ എന്താണ്, മാന്റിലിന്റെ സവിശേഷതകൾ എന്താണ്, കാമ്പിന്റെ സവിശേഷതകൾ എന്താണ്, ഓരോന്നും എടുത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ PSC സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ഇതാണ് നമ്മുടെ ഇന്റീരിയർ സ്ട്രക്ചർ ഓഫ് എർത്തിന്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത്. ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് നോക്കിക്കോളൂ. ഇത് നോക്കുമ്പോൾ നമുക്ക് ക്രസ്റ്റ്, മുകൾ ഭാഗത്ത് നമുക്ക് ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം കാണാൻ വേണ്ടി സാധിക്കും അല്ലെ? ഈ ക്രസ്റ്റിന്റെ ഭാഗത്ത് ഇവിടെ നോക്കിക്കേ, ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക്
എന്താ കാണാൻ സാധിക്കുന്നത്? കോണ്ടിനെന്റ്സ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ മലനിരകളൊക്കെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കാണുന്നില്ലേ? ഇതിനെ നമ്മുടെ ക്രസ്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ഭൂവൽക്കത്തെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് കോണ്ടിനെന്റൽ ക്രസ്റ്റ്, മറ്റൊന്ന് ഓഷ്യാനിക് ക്രസ്റ്റ്. അതായത് വൻകര ഭൂവൽക്കവും അതുപോലെ തന്നെ സമുദ്ര ഭൂവൽക്കവും. അപ്പം ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഓഷ്യൻസും ഇവിടെ നിങ്ങൾക്ക് കോണ്ടിനെന്റ്സും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മളവിടെ പഠിച്ച പോയിന്റ് എന്താ? ക്രസ്റ്റിനെ അല്ലെങ്കിൽ ഭൂവൽക്കത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏതൊക്കെയായിരുന്നു? കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. ഇനി എന്തൊക്കെയായിരിക്കും ക്രസ്റ്റിന്റെ മറ്റു ഫീച്ചേഴ്സ് നമുക്ക് നോക്കിയാലോ? അപ്പം ഈ ക്രസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ള പാളിയാണ് അല്ലേ? ഏറ്റവും ഔട്ടർ സൈഡിൽ കിടക്കുന്ന പാളിയാണ് ഏതെന്ന് പറയുന്നത്? ഈ ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ ഒരു ക്രസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ശിലകളുടെയും അതുപോലെ തന്നെ ധാതുക്കളുടെയും കലവറ. ശിലകളുടെയും ധാതുക്കളുടെയും കലവറ എന്നറിയപ്പെടുന്ന എർത്തിന്റെ ലെയർ ഏതാണ്? അത് ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് ആണ്. ഇതിന്റെ ഒരു തിക്നെസ് നിങ്ങൾ നോക്കിക്കോളൂ. ഇതിന്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത് 30 കിലോമീറ്റർ തൊട്ടിട്ട് 50 കിലോമീറ്റർ വരെ ആയിരിക്കും. അപ്പോൾ ആ ഒരു തിക്നെസിന്റെ റേഞ്ചും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ഈ ഒരു ഭൂവൽക്കം അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്. ആ പേരാണ് ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം. അപ്പം നിങ്ങൾ ഇവിടെ ഒരു പോയിന്റ് പഠിക്കുകയാണല്ലോ. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നറിയപ്പെടുന്ന ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നറിയപ്പെടുന്ന എർത്തിന്റെ ലെയർ ഏതാണ്? ക്രസ്റ്റ് ആണല്ലേ? ഓക്കെ. ഇനി നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. ഇനി ഈ ഭൂവൽക്കത്തെ എത്രയായിട്ട് തരംതിരിക്കുന്നു? രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഏതൊക്കെയാണ്? വൻകര ഭൂവൽക്കവും അതുപോലെ തന്നെ സമുദ്ര ഭൂവൽക്കവും. ഈ വൻകര ഭൂവൽക്കം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിയാൽ. അങ്ങനെയാണെങ്കിൽ സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിമ. ഇനി നമ്മൾ ഈ ഒരു വൻകര ഭൂവൽക്കം എന്താ, സമുദ്ര ഭൂവൽക്കം എന്താണെന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ ഇവിടെ ഒരു പിക്ചറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓഷ്യാനിക് ക്രസ്റ്റിന്റെയും കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെയും പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് റെഫർ ചെയ്തോളൂ. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കോണ്ടിനെന്റൽ ക്രസ്റ്റ് അല്ലെങ്കിൽ വൻകര ഭൂവൽക്കത്തെ പറ്റിയിട്ടാണ്. വൻകര ഭൂവൽക്കത്തില് രണ്ട് ധാതുക്കളുണ്ട്, സിലിക്കയും അതുപോലെ തന്നെ അലൂമിനിയം. സിലിക്കയും അലൂമിനിയം ഇവിടെ കൂടുതലാണ്. ഈ രണ്ട് ധാതുക്കൾ ഇവിടെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ വൻകര ഭൂവൽക്കം അറിയപ്പെടുന്നത് സിയാൽ എന്നാണ്. ഓക്കെ, സിലിക്കേടതും അലുമിനിയത്തിന്റെയും കൂടി ചേർന്നിട്ട് സിയാൽ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, സമുദ്ര ഭൂവൽക്കത്തിനാണോ അതോ വൻകര ഭൂവൽക്കത്തിനാണോ കനം കൂടുതൽ? അത് PS റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഈ രണ്ടെണ്ണത്തിനും കമ്പയർ ചെയ്തിട്ട് ഏതിനാണ് കനം കൂടുതൽ, ഏതിനാണ് സാന്ദ്രത കൂടുതൽ എന്നൊക്കെ PS ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ, സമുദ്ര ഭൂവൽക്കത്തിനേക്കാൾ കനം കൂടുതലാണ് ആർക്ക്? വൻകര ഭൂവൽക്കത്തിന്. അതുപോലെ തന്നെ സമുദ്ര ഭൂവൽക്കത്തിനേക്കാൾ നമ്മുടെ സാന്ദ്രത കുറവാണ് ആർക്കെന്ന് പറയുന്നത്? വൻകര ഭൂവൽക്കത്തിന്. അപ്പൊ ഈ രണ്ട് പോയിന്റും എന്ത് ചെയ്യുക? ഈ രണ്ട് പോയിന്റ് ഇപ്പൊ തന്നെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ചോളൂ. ഇനി ഇവരുടെ ഈ ഒരു നമ്മുടെ വൻകര ഭൂവൽക്കത്തിന്റെ ഒരു കനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തിക്നെസ് എന്ന് പറയുന്നത് 50 കിലോമീറ്റർ തൊട്ടിട്ട് 70 കിലോമീറ്റർ വരെയാണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് വൻകര ഭൂവൽക്കവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ബേസിക് ആയിട്ട് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മൾ സമുദ്ര ഭൂവൽക്കത്തെ പറ്റിയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പൊ നേരത്തെ നമ്മൾ സിയാലിന്റെ കാര്യം പറഞ്ഞതുപോലെ സമുദ്ര ഭൂവൽക്കത്തിൽ നമ്മൾ പഠിക്കേണ്ട രണ്ട് ധാതുക്കളാണ് സിലിക്കയും മഗ്നീഷ്യവും. അപ്പം സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കളാണ് സമുദ്ര ഭൂവൽക്കത്തിൽ മുഖ്യമായിട്ടും അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്ന പേരെന്താണ്? സിമ എന്നാണ്. ഓക്കെ, ഇവിടുത്തെ തിക്നെസ് എത്രയാണ്? 5 കിലോമീറ്റർ തൊട്ടിട്ട് 30 കിലോമീറ്റർ വരെയാണ് സമുദ്ര ഭൂവൽക്കത്തിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ക്രസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാൻഡിൽ ആണല്ലേ. മാൻഡിലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ മാൻഡിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ നമ്മൾ വേറൊരു കാര്യം പറയേണ്ടതായിട്ടുണ്ട്. അതാണ് ശിലാമണ്ഡലവും അതുപോലെ തന്നെ അസ്തനോസ്ഫിയർ. ശിലാമണ്ഡലത്തിന്റെ മറ്റൊരു പേരെന്താണ്? ലിത്തോസ്ഫിയർ എന്നാണ് അല്ലേ. അപ്പോൾ എന്തായിരിക്കും ഈ ലിത്തോസ്ഫിയർ ആൻഡ് അസ്തനോസ്ഫിയർ എന്ന് നമുക്ക് നോക്കാം. ലിത്തോസ്ഫിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ പഠിച്ച ക്രസ്റ്റിൻ്റെയും മാൻഡിലിൻ്റെയും, അതായത് മാൻഡിലിന് രണ്ട് പോർഷൻ ഉണ്ട്, അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും. അത് നമുക്ക് മാൻഡിലിന്റെ പോർഷൻ വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളിത് കേട്ടോളൂ. അപ്പർ മാൻഡിലിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ക്രസ്റ്റിന്റെയും പോർഷൻ അടങ്ങിയ ഭാഗത്തിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത്. ശിലാമണ്ഡലത്തിന് തൊട്ട് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി
അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയെങ്കിലും പാർഷ്യലി മോൾട്ടൺ സ്റ്റേറ്റ് അല്ലെങ്കിൽ അർദ്ധ ദ്രവാവസ്ഥയിൽ മാഗ്മ കാണപ്പെടുന്ന ഏരിയ ഏതെന്ന് എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അത് ഏതാണ്? നമ്മുടെ അസ്തനോസ്ഫിയർ ആണ് അല്ലെ. അസ്തനോസ്ഫിയറിലാണ് ഇത് കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ അഗ്നിപർവ്വതങ്ങളിലൂടെയൊക്കെ പുറത്തേക്ക് എന്ത് വരാറുണ്ട്? ശിലാദ്രവങ്ങൾ പുറത്തോട്ട് വരാറുണ്ട് അല്ലേ. അപ്പം ഇത്തരത്തില് ലാവ പുറത്തേക്ക് വരുന്നതിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നതും ഏതാണ്? ഈ അസ്തനോസ്ഫിയർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ലിത്തോസ്ഫിയറും അസ്തനോസ്ഫിയറുമായി ബന്ധപ്പെട്ടിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ നമ്മൾ ക്രസ്റ്റ് എന്താന്ന് പഠിച്ചു. ക്രസ്റ്റിൽ തന്നെ നമ്മൾ കോണ്ടിനെന്റൽ ക്രസ്റ്റ്, ഓഷ്യാനിക് ക്രസ്റ്റ് എന്താന്ന് പഠിച്ചു. അതിനുശേഷം ലിത്തോസ്ഫിയർ ആൻഡ് അസ്തനോസ്ഫിയർ എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ രണ്ടാമത്തെ ലെയറിലേക്ക് പോവുകയാണ്. അതാണ് ഇത് മാന്റിൽ. അപ്പൊ നമുക്ക് മാന്റിലിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. മാന്റിലിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ ക്രസ്റ്റിന് തൊട്ട് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ലെയർ ആണ് ഏതെന്ന് പറയുന്നത്? മാന്റിൽ എന്ന് പറയുന്നത്. ഈ മാന്റിലിന്റെ ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂവൽക്കത്തിന്റെ തൊട്ടു താഴേന്ന് തുടങ്ങി ഏകദേശം 2900 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മാന്റിലിന് 2 ഭാഗങ്ങളുണ്ട്. അത് ഏതൊക്കെയാ? ഒന്ന് ഉപരി മാന്റിൽ, മറ്റൊന്ന് അധോ മാന്റിൽ. അതായത് അപ്പർ മാന്റിൽ ആൻഡ് ലോവർ മാന്റിൽ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. ഉപരി മാന്റിലും അധോ മാന്റിലും. ഇനി ഉപരി മാന്റിലിന്റെ പ്രത്യേകത എന്താണ്, അതുപോലെ തന്നെ അധോ മാന്റിലിന്റെ പ്രത്യേകത എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോണേ. അതിന് മുന്നേ നിങ്ങൾ ഈ പിക്ചർ ഒന്ന് നോക്കിക്കേ. ഈ പിക്ചറിൽ നമ്മൾ എന്തൊക്കെയാ കൊടുത്തിട്ടുള്ളത്? ഇവിടെ നമ്മൾ ലിത്തോസ്ഫിയർ, ഈ ഒരു ഭാഗമാണ് കേട്ടോ ലിത്തോസ്ഫിയർ. അതുപോലെ തന്നെ ദാ ഇവിടെ ആയിട്ടാണ് അസ്തനോസ്ഫിയർ. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ദാ ഈ മാന്റിലാണ് അല്ലെ. മാന്റിൽ ഏതൊക്കെ 2 ടൈപ്പ് ആയിട്ടാണുള്ളത്? ഒന്ന് അപ്പർ മാന്റിൽ, മറ്റത് ലോവർ മാന്റിൽ, മുകളിലും താഴെയായിട്ടുള്ള മാന്റിൽ. ഇനി നമ്മൾ ഇത് രണ്ടിനെയും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് നോക്കാം നമുക്ക്. ഉപരി മാന്റിലിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഉപരി മാന്റിലിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് അല്ലെ. സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായതാണ് നമ്മുടെ ഈ ഒരു പാളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉപരി മാന്റിൽ ഏത് അവസ്ഥയിലാണുള്ളതെന്ന് അറിയോ? ഇത് ഖരാവസ്ഥയിലാണ്. അതവിടെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം. ഉപരി മാന്റിൽ ഇരിക്കുന്ന അവസ്ഥ ഏത്? ഉപരി മാന്റിൽ ഏത് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്? ഖരാവസ്ഥയിലാണ്, സോളിഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അധോ മാന്റിൽ, നമ്മുടെ ലോവർ മാന്റിൽ, താഴെയുള്ള മാന്റിൽ അല്ലെ. ഈ മാന്റിൽ എങ്ങനെയായിരിക്കുന്നതെന്ന് അറിയോ? ഈ മാന്റിൽ പാർഷ്യലി മോൾട്ടൺ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ വാക്കാണ് പാർഷ്യലി മോൾട്ടൺ സ്റ്റേറ്റ്, അല്ലെങ്കിൽ അർദ്ധ ദ്രാവകാവസ്ഥയിലാണ് അധോ മാന്റിൽ ഇരിക്കുന്നത്. ഓക്കെ, ഇത് രണ്ടും ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? അപ്പൊ നമ്മൾ മാന്റിൽ എന്താണെന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാമ്പിനെ പറ്റിയാണ് അല്ലെ. മൂന്നാമത്തെ ലെയർ ആയിട്ടുള്ള കാമ്പാണ് അല്ലെങ്കിൽ കോറാണ്. കോറ് 2 ടൈപ്പ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? പുറക്കാമ്പും അകക്കാമ്പും. ഈ കോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാന്റിലിന്റെ തൊട്ട് താഴെയായിട്ട് വരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഭൂമിയുടെ കേന്ദ്ര ഭാഗമാണ് കാമ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ഡിസ്റ്റൻസ് നോക്കിക്കേ. 2900 കിലോമീറ്ററിൽ തുടങ്ങി 6371 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പുറക്കാമ്പ് എന്താ അകക്കാമ്പ് എന്താന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ദാ ഇവിടെ ഈ പിക്ചറിൽ ഞാൻ നമ്മുടെ ഓരോ ലെയേഴ്സിന്റെയും ഒരു പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. ദാ ഇവിടെ ഔട്ടർ കോർ, ഇന്നർ കോർ ഒക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഈ പുറക്കാമ്പിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് PSC ചോദിക്കാറുണ്ട്. ഇന്നർ കോറിലും ഔട്ടർ കോറിലും ഏത് സ്റ്റേറ്റിലാണ് പദാർത്ഥങ്ങൾ ഇരിക്കുന്നതെന്ന് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോളാം. പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ എങ്ങനെയാണ്? ഉരുകിയ അവസ്ഥയിലാണ്. എന്നാൽ ഇന്നർ കോർ അല്ലെങ്കിൽ നമ്മുടെ അകക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നതെന്ന് അറിയോ? അകക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഖരാവസ്ഥയിലാണ് ഇരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അകക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഖരാവസ്ഥയിൽ ഇരിക്കുന്നത്? അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് കൂടുതൽ ഹൈ ലെവൽ മർദ്ദം അനുഭവപ്പെടുന്നുണ്ട്. അത്തരത്തിൽ മർദ്ദം അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ഈ ഒരു അകക്കാമ്പ് ഏതവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്? ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ ആദ്യം പഠിച്ചപ്പോൾ ക്രസ്റ്റിന്റെ ഭാഗം പഠിച്ചപ്പോൾ നമ്മൾ സിയാൽ, സിമ എന്നൊക്കെ പഠിച്ചില്ലേ? അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2 ധാതുക്കളുണ്ട്. നിക്കലും അതുപോലെ തന്നെ ഇരുമ്പും അല്ലെ. നിക്കലും ഇരുമ്പുമാണ് നമ്മുടെ കോറിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ധാതുക്കൾ. അതുകൊണ്ട് തന്നെ കോർ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? നിഫേ ലെയർ എന്നാണ് കേട്ടോ. നിഫേ ലെയർ എന്നാണ്. അപ്പം
ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കോറുമായിട്ട് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും നേരമായിട്ട് നമ്മൾ പഠിച്ചത് ഏതാ? എർത്തിൻ്റെ ഇൻറ്റീരിയർ സ്ട്രക്ചർ ഓഫ് എർത്ത് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ തന്നെ നമ്മൾ 3 ലെയേഴ്സ് പഠിച്ചു. 3 ലെയേഴ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ മസ്റ്റായിട്ടും നമ്മൾ വിട്ടു പോവാണ്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ഡിസ്കണ്ടിന്യൂറ്റീസ് അഥവാ വിച്ഛിന്നതകൾ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ പഠിച്ച ഓരോ ലെയേഴ്സിനും ഇടയിൽ ഓരോ ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊണോഡ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. ഇത് ആർക്കൊക്കെ ഇടയിലാണെന്നറിയോ? നമ്മൾ പഠിച്ച സിയാലും സിമയും ഇല്ലേ, അല്ലെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ച കോണ്ടിനെന്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും ഉണ്ടല്ലോ, ഇവർക്കിടയിൽ വരുന്ന ഡിസ്കണ്ടിന്യൂറ്റി ആണ് ഏതെന്ന് പറയുന്നത്? കൊണോഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അപ്പം അടുത്ത ഡിസ്കണ്ടിന്യൂറ്റി ആണ് മൊഹോവിക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഇത് ആർക്കൊക്കെ ഇടയിലുള്ളതാണെന്നറിയോ? നമ്മുടെ ലോവർ ക്രസ്റ്റിനും അതുപോലെ തന്നെ അപ്പർ മാൻഡിലിനും ഇടയിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി ആണ് ഏതെന്ന് പറയുന്നത്? മോഹോ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അടുത്തതാണ് റെപ്പിറ്റേറ്റ് ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ റെപ്പിറ്റി ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. ഇത് ആർക്കൊക്കെ ഇടയിലുള്ളതാണെന്നറിയോ? നമ്മുടെ അപ്പർ മാൻഡിലിനും ലോവർ മാൻഡിലിനും ഇടയിലുള്ളത്, അതായത് ഉപരി മാൻഡിലിനും അധോ മാൻഡിലിനും ഇടയിലുള്ള വിച്ഛിന്നതയാണ് ഏതെന്ന് പറയുന്നത്? റെപ്പിറ്റി ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ റെപ്പിറ്റി വിച്ഛിന്നത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി. ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ലോവർ മാൻഡിലിനും അതുപോലെ തന്നെ ഔട്ടർ കോറിനും ഇടയിലുള്ളതാണ്. അപ്പം ഗുട്ടൻസ്ബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് എവിടെയൊക്കെ തമ്മിലാണ്? നമ്മുടെ ലോവർ മാൻഡിലിനും ഔട്ടർ കോറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ലേഹ്മാൻ ഡിസ്കണ്ടിന്യൂറ്റി ആണ്. അപ്പൊ ലേഹ്മാൻ ഡിസ്കണ്ടിന്യൂറ്റി ഏതിനൊക്കെ ഇടയിലായിരിക്കും? ലേഹ്മാൻ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഔട്ടർ കോറിനും ഇന്നർ കോറിനും, അതായത് നമ്മളിപ്പോൾ ലാസ്റ്റ് പഠിച്ച പുറക്കാമ്പും അകക്കാമ്പും ഇല്ലേ, ഇതിനിടയിൽ വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? ലേഹ്മാൻ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡും കൂടി പറഞ്ഞുതരാം. CM റെഗൂൾ എന്ന് ഓർത്താൽ മതി. CM റെഗൂൾ. ഫസ്റ്റ് വൺ ഏതായിരുന്നു? ഫസ്റ്റ് വൺ കൊണോഡ് ഡിസ്കണ്ടിന്യൂറ്റി, സെക്കൻഡ് വൺ മോഹോ ഡിസ്കണ്ടിന്യൂറ്റി. R എന്തായിരുന്നു? റെപ്പിറ്റേറ്റ് ഡിസ്കണ്ടിന്യൂറ്റി, RE റെപ്പിറ്റേറ്റ് ഡിസ്കണ്ടിന്യൂറ്റി. G ഗുട്ടൻസ്ബർഗ് ഡിസ്കണ്ടിന്യൂറ്റി. L ഏതായിരുന്നു? ലേഹ്മാൻ ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്കിപ്പം ഇന്റീരിയർ സ്ട്രക്ചർ ഓഫ് എർത്തുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം ഇതുപോലുള്ള ഹോട്ട് ടോപ്പിക്സുകളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോ ഉദ്യോഗാർത്ഥിയുടെയും ഒരു വെല്ലുവിളിയാണ് അല്ലേ, നമ്മളൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. അപ്പം ഇതൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഹോട്ട് ടോപ്പിക്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് പറഞ്ഞു തരാൻ നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് അത്രയും യൂസ്ഫുൾ ആയിരിക്കും. ഇത് നമ്മൾ പഠിച്ചാൽ മാത്രം പോരല്ലോ, ഇത് നമുക്ക് പ്രാക്ടീസും കൂടി ചെയ്യണം അല്ലേ. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഹോട്ട് ടോപ്പിക്സുകളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബാച്ചിന്റെ പേര് വിക്ടറി ബാച്ച് എന്നാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാൻസിന് വേണ്ടിയിട്ട് പ്രത്യേകം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചാണ്. അപ്പം ഈ ഒരു ബാച്ചിൽ നമ്മൾ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വീക്ക്ലി എക്സാംസ് ഉണ്ടാകും. അപ്പോൾ ഈ ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റിൻ്റെ ആണെങ്കിലും വീക്ക്ലി എക്സാംസിൻ്റെ ഒക്കെ ആണെങ്കിലും ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ പഠിച്ചു പോകുന്നതുകൊണ്ട് അതായത് വെറുതെ നമ്മൾ പഠിച്ചു പോകുന്നതുകൊണ്ട് കാര്യമില്ല, നമുക്കിതൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ഒരു ഉയർന്ന റാങ്കിലോട്ട് എത്താൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി വീക്ക്ലി എക്സാംസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ മെന്റർഷിപ്പ് സപ്പോർട്ടും ഇതിൻ്റെ ഒപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻസും ഇതിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്ത് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ടോപ്പിക് വൈസ് ക്ലാസ്സസ് ഉണ്ടാവും. ആ ക്ലാസ്സസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാകും. അതുപോലെ തന്നെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഉയർന്ന റാങ്കിലോട്ടേക്ക് എത്താൻ വേണ്ടി സാധിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്